சேனல் பிளஸ் தமிழ் செய்திகள். இன்றைய முக்கிய செய்திகள். புதூர் ஃபாரஸ்ட் ஸ்டேஷனில் பகல் கொள்ளை. பேருந்தில் இருந்து வெளிநாட்டு சாராயம் பிடிக்கப்பட்ட சம்பவத்தை பணம் வாங்கி ஒதுக்கி தீர்த்தனர். ஃபாரஸ்ட் ஸ்டேஷனிற்கு மார்ச் நடத்தும் என்று டிஒய்எஃப்ஐ. நியமசபை தேர்தல் சூடுபிடிக்கிறது. இரு முன்னணி வேட்பாளர்களும் பிரச்சாரம் தொடங்கினர். வீரனூரில் ரிசோர்ட்டின் முன்பில் ஆதிவாசிகளின் முடிவில்லா போராட்டம். ரிசோர்ட்டை அடைக்க வேண்டும் என்று கோரிக்கை. விரிவான செய்திகள். புதூர் ஃபாரஸ்ட் ஸ்டேஷன் ஊழலின் கூத்தரங்கமாகிறது. கழிந்த தினம் ஆனைகட்டியில் இருந்து உம்மத்தம்படிக்கு போய்க் கொண்டிருந்த தனியார் பஸ்ஸில் இருந்து 60 பாட்டில் வெளிநாட்டு சாராயம் ஃபாரஸ்ட் அதிகாரிகள் பிடித்தனர் என்றாலும் பணம் வாங்கி கேஸை ஒதுக்கினர். திங்கட்கிழமை மாலை 6 மணிக்கு புதூர் ஃபாரஸ்ட் ஸ்டேஷனின் முன்பில் ஆனைகட்டியில் இருந்து உம்மத்தாம்படிக்கு வந்து கொண்டிருந்த தனியார் பேருந்தை வனத்துறை அதிகாரிகள் தடுத்து நிறுத்தி பரிசோதனை செய்தனர். பஸ்ஸில் சீட்டிற்கு அடியில் ஒளித்து வைக்கப்பட்டிருந்த 60 பாட்டில் வெளிநாட்டு சாராயமுமாய் உம்மத்தாம்படியைச் சேர்ந்தவரை பிடித்தனர். சாராயமும் குற்றவாளியுமாக ஃபாரஸ்ட் ஸ்டேஷனுக்கு போய அதிகாரிகளை தேடி சிறிது நேரத்திற்குள் அங்குள்ள அரசியல் தலைவர்கள் வந்தனர். இரவு 10:30 மணிக்குள் தரகர் வழியில் பணமும் வந்தது. கேஸ் ஒதுக்கி தீர்த்தனர். மக்களின் கண்முன்னில் இருந்து பிடித்த சாராயமும் குற்றவாளியும் மாயமாகிவிட்டனர். சாராயம் பிடித்ததாகவே அதிகாரிகளின் பாவம் இல்லை. இத்தகைய சம்பவம் தனக்கு அறியப்படவில்லை என்று ഡെപ്യൂട്ടി റേഞ്ചർ ജോസഫ് മാത്യു കൂറിനാർ. അപ്പൊ ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചു. ഇന്നലെ 6 മണി വണ്ടിയിൽ പോകാൻ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ മൊത്തം കണ്ടിട്ടുണ്ട്. വാഹനം പിടിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്റെ അറിവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്ത് വണ്ടിക്ക് ചെക്ക് ചെയ്യാറാണ് നിൽക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം വേണമല്ലോ. ഞാനിപ്പോ പുറത്തു പോയ സമയത്താണ് അന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ചെക്കിങ് കാര്യങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വിവരങ്ങൾ ഞാൻ അറിഞ്ഞത്. അത് ഞാൻ വെളിയിൽ പോയേക്കുമായിരുന്നു. സ്റ്റേഷനിൽ വേറെ ആവശ്യത്തിന് പുറത്ത് പോയ സമയത്താണ് വിളിച്ച് എന്റെ അടുത്ത് ചോദിച്ചു, വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന കാര്യം നോക്കട്ടെ എന്ന്. ശരി എന്നാൽ ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. വന്നപ്പോ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ഞാൻ വന്നപ്പോ എനിക്ക് കിട്ടി വരും. ഞാൻ ആ സമയത്ത് സ്പോട്ട് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതല്ലാതെ നേരിട്ട് ബാക്കി ആരും എന്തോ എനിക്കറിയില്ല. പിന്നെ ഇവരൊക്കെ വിളിച്ച് അന്വേഷിച്ചു എന്നല്ലാതെ അതിനകത്ത് അടിസ്ഥാനരഹിതമാണ് ആ വാർത്ത. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ஒரு ஃபாரஸ்ட் கார்டும் வாட்சரும் பஸ்ஸை நிறுத்தி சாராயமும் குற்றவாளியும் பிடித்தனர் என்று பணம் வாங்கி கேஸை ஒதுக்கி முடித்துவிட்டனர் என்றும் இங்கே கேஸை ஒதுக்குவது தொடர்ந்து நடைபெறுவதாகவும் மக்கள் கூறினர். ഇന്നലെ ഒരു 6 മണിക്ക് നമ്മുടെ ആർസാർ ബസ് പോകുമ്പോൾ ഫോറസ്റ്റുകാർ കയറി റെയ്ഡ് ചെയ്തു. അതിൽ വിദേശ മദ്യമായി മദ്യം പിടിക്കുകയും അത് പ്രതിനെയും മദ്യക്കുപ്പിനെയും ഈ നാട്ടുകാരെല്ലാം കാണുക തന്നെ പിടിച്ച ഒരു സാധനം. പിന്നെ അവിടെ പോയി ചോദിക്കുമ്പോൾ സാധനം ഇല്ല എന്നും പ്രതിയും ഇല്ല എന്നുമാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പറയുന്നത്. ഈ സ്ഥിതിവിശേഷം ഇനി നടക്കുകയാണെങ്കിൽ ചിലപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനിയിപ്പോ ഞങ്ങളൊക്കെ അടുത്തുള്ളവരാണ് എന്ന് വെച്ച് ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി മോഷ്ടിക്കാൻ പോലും മടിക്കാത്ത അവസ്ഥയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമീപനം ഇനിയും ആവർത്തിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി വേണ്ട നടപടികൾ ഇതിന് മേൽഘടക ഉദ്യോഗസ്ഥന്മാർ എടുക്കണമെന്ന് തന്നെയാണ് വിനീതമായി ചോദിച്ചത്. 6 வருஷத்துக்கு நாங்கள் போனேங்க சாங்கி பார்க்கறது. போகக்குள்ள ஹாஸ்பிட்டல் பக்கம் ஒரு 2 இருந்தார் போலீஸ்காரர். ஏறி செக்கிங் பண்ணாரு. நாம ஒரு 5 ஆள் இருந்தேங்க. செக்கிங் பண்ணக்குள்ளே ஒரு அது இருந்து கொஞ்சம் சாரம் பிராண்டியும் எடுத்தது. அதை எடுத்துன்னு போயினார். அப்போ நான் மேலே போயிட்டேங்க. ரிட்டர்ன் வரக்குள்ள என்ன சம்பவித்தது எனக்கு தெரியாது. ആരുടെ ഇത് പിടിച്ചത്? ജലീലിന്റെ അതെ, ജലീൽ എന്തായാലും ഉണ്ടായിരുന്നു. എത്ര കുട്ടിന്ന് കൃത്യമായി ഞാൻ പറയാൻ പറ്റില്ല. 50 രൂപ പറയണ്ടല്ലോ. അത് നമ്മൾ ആരും നോക്കില്ലല്ലോ. ഒരു പുറശ്ശേരി കൊണ്ടുപോയി. അതുകൊണ്ട് അമ്പലവിശേഷത്തിൽ ഉമ്മത്താമ്പടി പോയിട്ടുണ്ടായിരുന്നു. 6:30 ബസ്സിൽ പോകുമ്പോൾ
ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ചെക്കിംഗ് ഉണ്ടാകുമ്പോൾ ജലീൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു. സാധനം ആളെയും കൊണ്ട് ഡാൻഡി ഒരു ബുക്ക് ഷോപ്പിലുണ്ടായിരുന്നു. ആളെയും സാധനത്തെയും ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. நியமசபை தேர்தல் சூடு அட்டப்பாடிக்கும். LDF UDF வேட்பாளர்கள் அட்டப்பாடியில் பிரச்சாரம் தொடங்கினர். வேட்பாளர்களின் பெயர் பட்டியல் அறிவிக்கப்படாத நிலையில் அதற்கு முன்பே முன்னணி வேட்பாளர்கள் அட்டப்பாடியில் பிரச்சாரம் ஆரம்பித்தனர். சிபிஐயில் முன் ஜில்லா செக்ரட்டரியும் கிசான் சபையின் மாநில தலைவரான வி சாமுன்னி LDF-இன் வேட்பாளர். LDF அரசின் கழிந்த 5 வருடங்களான விரிவாக்க செயல்கள் LDF-இன் வெற்றிக்கு சாதகமான வாய்ப்பை அதிகரிக்கும் என்று சாமுன்னி கூறினார். മിക്കവാറും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. താഴെയും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പഞ്ചായത്തിലും ഒരു റൗണ്ട് സന്ദർശന പരിപാടികളും നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശത്തെ ആളുകളും ജനങ്ങളും പരിചയക്കാരാണ് എന്നുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. തുടർന്നുള്ള 2-3 ദിവസങ്ങൾ കൊണ്ട് LDF-ന്റെ സംഘടനാ സംവിധാനം പരിപൂർണമായ രീതിയിൽ സജ്ജമാവുകയും പ്രചരണം വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അനുകൂലമാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ് ഇവിടെ LDF പ്രവർത്തകന്മാരുള്ളത്. ഈ അട്ടപ്പാടി പ്രദേശത്തെ ആദിവാസി ജനങ്ങളുടെ കർഷക വിഭാഗത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും എപ്പോഴും അവരോടൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രവർത്തകനെന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തെ വികസനത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അവർക്ക് ഗുണകരമായ രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളും വളരെയേറെ അനുകൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. முஸ்லிம் யூத் லீகின் மாநில பிரசிடென்டும் அட்வொகேட்டுமான சம்சுதீன் UDF-இன் வேட்பாளர். மண்டலத்தின் வெளியில் உள்ள வேட்பாளர் என்றாலும் இளைஞரும் விவேகமும் சேர்ந்து உள்ள சம்சுதீனால் மன்னார்காடின் தேர்தல் சூடுபிடிக்கும். LDF-இன் ஆட்சி தோல்விதான் UDF-இன் வெற்றிக்கு பிரச்சார ஆயுதம் என்று சம்சுதீன் கூறினார். UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും പൂർണ്ണമായും ഞാൻ അട്ടപ്പാടിയിലുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഊരുകളിൽ പോയപ്പോൾ അവിടെ നിന്നും ചെറിയ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അവിടെ നിന്നും ഒക്കെ വളരെ പ്രതീക്ഷാനിർഭരമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്നിൽ പ്രതീക്ഷയുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വോട്ടർമാർ വളരെ വലിയ തോതിൽ എന്നെ പിന്തുണക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിന്തുണച്ച് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞ അട്ടപ്പാടി കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് ഇവിടുത്തുകാരോടൊപ്പം അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഭൂമി പ്രശ്നങ്ങൾ, ഇവിടുത്തെ പട്ടയം ലഭ്യമാകാത്ത നിരവധി വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് നികുതി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങൾ ഞാൻ നടത്തുന്നു. ഈ പ്രകൃതിയുടെ പച്ചപ്പുള്ള ഈ പ്രദേശത്തിന്റെ വിശുദ്ധിയും ഇവിടുത്തെ മനുഷ്യന്മാരുടെ നന്മയും മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും ഇനിയുള്ള കാലയളവ് ഇവിടെ നിന്ന് ഈ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധിയാകുന്ന പക്ഷം ഏത് സമയത്തും എല്ലാ മേഖലകളിലും ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ അലംഭാവം കൊണ്ട്, എന്റെ പ്രയാസം കൊണ്ട് ഒരു പിച്ചള പിന്ന് പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടമാകുകയില്ല. வருடங்களாக வசிக்கும் குடியிருப்பிற்கும் விவசாயம் செய்யும் நிலங்களுக்கும் சரியான ரேகைகள் வழங்கப்படாததும் அரசு அனுமதிக்கும் உரிமைகள் தங்களுக்கு தவிர்க்கப்படுவதையும் எதிர்த்து நெல்லிப்பதி தோட்டப்புறத்தில் உள்ள 40க்கும் மேற்பட்ட குடும்பங்கள் தேர்தலை புறக்கணிக்க தயாராகின்றனர். 60 வருடங்களாக தோட்டப்புறத்தில் குடியிருக்கும் குடும்பங்கள் பூமியின் நில பத்திரங்கள் இனியும் வழங்கப்படவில்லை. AVIP-யும் வனத்துறையும் இவர்களின் பூமிக்கு உரிமை கூறுகின்றனர். பூமி பிரச்சனை முடிவடைவதை தொடர்ந்து மின்சாரமும் இவர்களுக்கு கிடைப்பதில்லை. அரசின் உதவிகளும் கிடைப்பதில்லை.
வசிக்கும் மக்களின் அடிப்படை தேவைகளை நிறைவேற்றாமல் முகம் திருப்பும் அரசியல் கட்சிகளோடு எதிர்ப்பை தெரிவிக்கும் வகையில் இந்த தேர்தலில் ஓட்டு செய்ய போவதில்லை என்ற நிலையில் அங்குள்ள மக்கள் சிஎம்பி ജില്ലാ தலைவர் അങ്കുള്ള മക്കളിடம் പേച്ചുവാർത്ത നടത്തിനാർ. നമ്മളിപ്പോ ഇവിടെ ഇലക്ഷൻ ഇങ്ങനെ വന്നോണ്ടിരുന്നിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യമെന്ന് ഓരോ ആൾക്കാരും ഇങ്ങനെ വന്ന് നാളെ തരാം മറ്റന്നാൾ തരാമെന്നും പറഞ്ഞ് ഞങ്ങളോട് വോട്ട് മേടിച്ചോണ്ട് പോകുമല്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് കുറെ കുടുംബക്കാർ ഇവിടെ കിടന്നിട്ട് ആനക്കാട്ടി കിടന്നിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യമുള്ള? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെട്ടോ വെളിച്ചമോ വെള്ളമോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഈ സർക്കാരിന്റെ ഉണ്ടോ? ഇലക്ഷൻ വരുമ്പം പറയും നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾക്ക് ഇത് തരാം, നിങ്ങൾക്ക് അല്ലാത്തതെല്ലാം തരാമെന്ന്. വഴിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. ഇനി ഒരൊറ്റ സർക്കാരിന് ഒരു വോട്ട് ഞങ്ങളുടെ ഈ ഭാഗത്തിന് ഈ തോട്ടാപുര ഭാഗത്തുനിന്ന് ഒരു വോട്ടിന് വേണ്ടിയിട്ട് കയറിയാൽ ഞങ്ങൾ വെട്ടും. சிண்டக்கி வீரனூரில் ரிசோர்ட்டை அடைக்க வேண்டும் என்று ஆதிவாசிகள் ரிசோர்ட்டின் முன்பு குடில் கட்டி போராட்டத்தை தொடங்கினர். வீரனூரில் ஆதிவாசி ஊருக்கு அருகில் செயல்பட்டு வரும் ரிசோர்ட் ஆதிவாசிகளின் சமாதானமான வாழ்க்கைக்கு இடையூறாக இருப்பதை தொடர்ந்துதான் ஆதிவாசிகளின் போராட்டம் தொடங்கியது. செக்ரட்டரியேட் மார்ச் முதல் நடத்தியும் ரிசோர்ட் தொடர்ந்து செயல்பட்டு வருவதை எதிர்த்துதான் ரிசோர்ட்டின் முன்பு ஆதிவாசிகள் முடிவில்லா போராட்டத்தை தொடங்கினர். ആർഡിഒക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഈ വനവകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും ഈ റിസോർട്ട് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കാടുവെട്ടം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിനെ പരിഹരിച്ചിട്ടുണ്ട്. ഒന്നൊന്നും ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ട് ഇവിടെ പറ്റില്ല എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ റിസോർട്ട് ഇവിടെ പറ്റില്ല, ഈ ഞങ്ങളുടെ ആദിവാസിയുടെ ഈ കോളേജിൽ ഈ റിസോർട്ട് നടക്കാൻ പാടില്ല എന്നിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽ പെട്ടിട്ട് അതിലെന്തോ ഒരു തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കി തരണമെന്നിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും മാത്രം പറയാനുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ റിസോർട്ടിന്റെ പണി ചെയ്യണം, മതിൽ പണിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർക്ക് നൽകാമായിരുന്നു. ഇത് റിസോർട്ടിൽ ഇഷ്യൂ ഉണ്ട്, അന്നൊന്നും ഇവർ ചെയ്യാതെ റിസോർട്ടിന്റെ ഫുൾ പണി തീരുന്ന അതിന്റെ ഒരു ദിവസം മുമ്പാണ് റിസോർട്ടിൽ ആദിവാസി ഭൂമിയുണ്ട്, ഫോറസ്റ്റിന്റെ സ്ഥലമാണെന്ന്, ഫോറസ്റ്റിന്റെ ബഫർ സോണിൽ പെടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കി. ആ ബഫർ സോണിന്റെ അന്വേഷണം ഫോറസ്റ്റിന്റെ അന്വേഷണം ഇപ്പോൾ ഫോറസ്റ്റ് സ്ഥലമല്ല പറഞ്ഞ് സർക്കാർ റിപ്പോർട്ട് നൽകി. അത് കഴിഞ്ഞിട്ട് ആദിവാസി ഭൂമി ഉണ്ട് പറഞ്ഞ് അവർ സമരങ്ങൾ ചെയ്തു. തിരുവനന്തപുരത്തുള്ള റവന്യൂ വകുപ്പിലെ IAS ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് ഇത് ആദിവാസി ഭൂമി അല്ലെന്നും ഇത് പ്രൈവറ്റ് ഭൂമിയാണെന്ന് പറഞ്ഞ് RDOയുടെ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇത്രയും അന്വേഷണത്തിൽ ഇതിലൊരു പ്രശ്നമില്ലാന്ന് സർക്കാർ കണ്ടെത്തുകയും ഇത്തരം സമരങ്ങൾ ജനങ്ങൾ മുഖം നോക്കാതെ തള്ളിക്കളയും. மீண்டும் முக்கிய செய்திகள். புதூர் ஃபாரஸ்ட் ஸ்டேஷனில் பகல் கொள்ளை. பேருந்தில் இருந்து வெளிநாட்டு சாராயம் பிடிக்கப்பட்ட சம்பவத்தை பணம் வாங்கி ஒதுக்கி தீர்த்தனர். ஃபாரஸ்ட் ஸ்டேஷனிற்கு மார்ச் நடத்தும் என்று DYFI. நியமசபை தேர்தல் சூடுபிடிக்கிறது. இரு முன்னணி வேட்பாளர்களும் பிரச்சாரம் தொடங்கினர். வீரனூரில் ரிசோர்ட்டின் முன்பில் ஆதிவாசிகளின் முடிவில்லா போராட்டம். ரிசோர்ட்டை அடைக்க வேண்டும் என்று கோரிக்கை. செய்திகள் முடிகின்றன. வணக்கம்.